ഇത് കണ്ടൊരു അപേക്ഷ കൊടുത്തു. അഗ്രികൾച്ചർ പോലീസ് നടപ്പിലാക്കുന്നതിലേക്ക് ലൈസൻസ് വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞു തുറന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഇതിനു വേണ്ടി പരാതി കൊടുത്തിരുന്നു, ഇവിടെയും പരാതി കൊടുത്തിരുന്നു. കാരണം CSR എന്നോട് പറഞ്ഞു ഇവിടെ പരാതി കൊടുക്കാൻ ലേബറിലും MD-ക്കും പരാതി കൊടുക്കാൻ പറ്റും. ഞാൻ കളക്ടറേറ്റിൽ പോയി നേരിട്ട് പോയി പരാതി കൊടുത്തു. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത് ഞാൻ ഫോർവേഡ് ചെയ്തു. തിരുവനന്തപുരത്ത് ഫോർവേഡ് ചെയ്തപ്പോഴാണ് എന്നെ അവിടെ വിളിപ്പിച്ചത്. ഞാൻ അവിടെ പോയി സംസാരിച്ചു. സാറോട് സംസാരിച്ചു. സാറ് എന്നോട് പറഞ്ഞ കാര്യം പുള്ളിയുടെ ടേബിളിലെ ആപ്ലിക്കേഷൻ എത്തിപ്പോലും അത് ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ ആപ്ലിക്കേഷൻ എത്തിപ്പോലില്ല. അതായത് പുള്ളിയുടെ ടേബിൾ എത്തിപ്പോലില്ല. സർക്കാർ കൊടുക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് 2024 അത് നമ്മുടെ അതിന്റെ ലൈസൻസിങ് കാര്യങ്ങളും നമ്മളൊരു ഡെഡ്ലൈനും കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ നിലവിൽ അപ്ലൈ ചെയ്തു. അതിനുള്ള പ്രവർത്തിക്കാനുള്ള സാവകാശം നമുക്കുണ്ട്. അതായത് ഇവിടെ ഇവര് പ്രവർത്തിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഡീറ്റെയിൽസ് ഇതിലാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ കേരള സർക്കാർ കോടതിയിൽ 2024 ഏപ്രിൽ പറഞ്ഞു ഞങ്ങൾ അഗ്രികൾച്ചർ പോളിസി നടപ്പിലാക്കി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇവര് ഇതിലേക്ക് വന്നു. കേരളത്തിന്റെ ലൈസൻസ് എടുക്കണമെന്നുള്ള നിയമവശമായിട്ടുള്ള കുഴിക്കിലേക്ക് ഉൾപ്പെട്ടു. ഇവർക്ക് ലൈസൻസ് കേരള സർക്കാർ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു വാലിഡിറ്റി ഇല്ല. ഏത് കേന്ദ്ര സർക്കാരിൻ്റെത് അത് നേരത്തെ കേരള സർക്കാരിന് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് പ്രവർത്തിക്കാൻ പറ്റിയത്. പക്ഷെ കേരള സർക്കാർ കോടതിയിൽ പറഞ്ഞു ഞങ്ങൾ അഗ്രികൾച്ചർ പോളിസി നടപ്പിലാക്കിയെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇവർ കേരളത്തിൽ അണ്ടറിലേക്ക് വന്നു. അപ്പൊ ഇനി കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ലൈസൻസ് കേരള സർക്കാർ കൊടുക്കണം. പക്ഷെ കേരള സർക്കാർ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളൂ, ലൈസൻസ് കൊടുത്തിട്ടില്ല. അതിന്റെ നടപടി നടക്കുന്നുള്ളൂ. അതിന്റെ കാര്യങ്ങൾ ചർച്ചകളും അതിന്റെ മീറ്റിങ്ങുകളും നടക്കുന്നുള്ളൂ. ഇവിടെ ആക്റ്റീവായിട്ടില്ല. അപ്പോഴും ഇവർക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ല. ഇവിടെ അനുവദിക്കില്ല. അതല്ല ഇവര് ഡ്രൈവർമാരെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ്. അറ്റാച്ച് ചെയ്യാൻ പാടില്ല. കാരണം ലൈസൻസ് കിട്ടാതെ അറ്റാച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവർക്കൂടെ ശരിക്കും പറഞ്ഞാൽ ഓഫീസിൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. കേരള സർക്കാർ കൊടുത്തിട്ടില്ല. ഫണ്ടമെന്റൽ കാര്യം അറിയാതെ ഈ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണക്കിടാറുണ്ട്? എന്റെ വേറെ പരാതി കൂടി വരാനുണ്ട്. കാരണം ഇവരുമായിട്ടുള്ള ഞങ്ങളുടെ ഡിജിറ്റൽ എഗ്രിമെന്റിൽ എന്റെ വ്യക്തിഗത വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ലെന്നുള്ള റൂളുണ്ട് സൈബർ ആക്ട് പ്രകാരം. എന്റെ വ്യക്തിഗതം വീഡിയോ എടുത്തിട്ട് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ട് അയാൾ പറയുന്നത് ഇയാൾ പറഞ്ഞിട്ട് സെക്കൻഡറി ആണ്. അത് ഞാൻ അതുമായിട്ട് പോകുന്നുണ്ട്. അത് വേറെ വിഷയമാണ്. അത് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള വിഷയം എന്ന് പറഞ്ഞത് ഇവർ വർക്ക് ചെയ്തിരുന്നത് പെട്ടിക്കടയുടെ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ പോലും ആ ലൈസൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ ആ ഒരു കട സജ്ജമാക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നീട് അതോറിറ്റി വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആണോ നോക്കും. ഓക്കെ ആണെങ്കിൽ ലൈസൻസിങ് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ പോളിസി പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ തയ്യാറാവേണ്ടതാണ്. ഈ കിലോമീറ്റർ 10 രൂപ എന്ന് പറയുന്ന ഫെയറിൽ ഇപ്പോഴും നമ്മൾ കാരണം അഗ്രികൾച്ചർ പോളിസിക്കകത്ത് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് അഗ്രികൾച്ചർ പോളിസിന് കൊടുത്തിട്ട് നോൺ പീക്ക് ടൈമിൽ 50% കുറക്കാനും പീക്ക് ടൈമിൽ 1.5 കൂട്ടാനുണ്ട്. പക്ഷെ അത് അഗ്രികൾച്ചർ പോളിസി ഇവര് ലൈസൻസ് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇവർ ഇപ്ലൈ എടുത്തിരിക്കുക. ഇവരിപ്പോഴും തരുന്ന 10 രൂപ ഒരു കാറാണ് അപ്പോഴേക്ക് കൊടുക്കാറുണ്ട്. പ്ലസ് ലോൺ കൊടുക്കണം. ഇതാണ് ഈ റേറ്റ് എങ്ങനെ ചോദിക്കും? 18 രൂപ ഇവിടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്യാപ്പിനുള്ളിൽ ഇവർ മുതലെടുക്കാം. ഓടാനും കൂടുതൽ ഇതിനകത്ത് 10 കിലോമീറ്റർ ആണ് ഞാൻ പോയിട്ട് ഇവിടെ കസ്റ്റമറെ പിക്ക് ചെയ്തത്. ഞാൻ അവിടെ നിൽക്കുന്നത് ചുറ്റൂർ റോട്ടിൽ നിൽക്കുന്നത്. ഞാൻ വൈപ്പിൽ പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യണം. 10 കിലോമീറ്റർ ആണ് ഈ കാണിക്കുന്നത്. ഈ 10 കിലോമീറ്റർ പൈസ ഇല്ല. ചെയ്യുന്ന പണി എന്താ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി 5 ഡ്രൈവർമാർക്ക്, അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറി ഇവരെല്ലാവരും വണ്ടറടിച്ചു പോയി. അവരെ 5 പേർക്ക് ഒരേ സമയം ഒരു ട്രിപ്പ് അടിക്കും. 5 പേർക്ക് 5 സെക്കൻഡ് മിന്നി മതി ഈ സാധനം. നമുക്ക് വായിച്ചു നോക്കാനുള്ള സമയം അതുമല്ല. ഞാനൊരു 3 മണിക്കൂർ ട്രിപ്പില്ലാതെ കിടക്കാം. ആ സമയത്ത് ഈ സാധനം ഞാൻ ഓൾറെഡി പെട്ട് കിടക്കുക. അവിടുന്ന് മൂവാണ് എനിക്ക്. ഞാൻ കയറി എടുത്ത് കഴിയുമ്പോൾ എനിക്ക് കാണുന്ന സാധനം 10 കിലോമീറ്റർ ആണ് സാധനം. 9.9 കിലോമീറ്റർ ആണ് ചുറ്റും ഞാൻ പോകുന്നത് പൈപ്പിലേക്കാണ്. ഈ പൈസ എനിക്ക് തട്ടില്ല.
ഇവിടെ നിന്ന് കൊണ്ടത് വടുതലയിലേക്ക് പക്ഷെ ഇപ്പൊ മാറുമല്ലോ, മാറ്റുന്നില്ല ഇവര്, ഇപ്പൊ മാറും. പക്ഷെ ഇവര് പറയുന്ന അഗ്രികൾച്ചർ പോളിസിയിൽ ലൈസൻസ് അവർ മാറ്റണ്ടേ? ഒന്നര വർഷം ഗവൺമെന്റ് എന്താണ് പറയുന്നത് അത് സ്വീകരിക്കാൻ നമ്മൾ നടപടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ റെഡിയാണ്. റെഡിയാക്കിയിട്ട് തുറന്നാൽ മതി തന്നെ. അതൊരു കുട്ടിയുടെ അത് മാത്രമല്ല സാറേ, അത് മാത്രമല്ല